വെൽക്കം ബാക്ക് ടു PSC പീഡിക. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2025 ജൂൺ മാസത്തെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ ജൂൺ മാസത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ആദ്യത്തേത് ഒരു വാർഷികമാണ്. BR അംബേദ്കർ കേരളം സന്ദർശിച്ചതിൻ്റെ 75ാമത് വാർഷികം ആചരിച്ചത് 2025. BR അംബേദ്കർ കേരളം സന്ദർശിച്ചതിൻ്റെ 75ാമത് വാർഷികം ആചരിച്ചത് 2025. അടുത്തത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ചത് സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്തത് 2025 ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ MV വാൻഹായ് 503. MV വാൻഹായ് 503 2025 ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ. കപ്പലിൻ്റെ നീളം ഓർത്തുവയ്ക്കുക, 268.8 മീറ്ററാണ്. ഇത് സിംഗപ്പൂരിൻ്റെ പതാക വഹിക്കുന്ന ഒരു കപ്പലാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക. അടുത്തതൊരു പ്രമേയമാണ്. 2025 ലോക സമുദ്രദിന പ്രമേയം വണ്ടർ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ് എന്നാണ്. 2025 ലോക സമുദ്രദിന പ്രമേയം വണ്ടർ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ് എന്നാണ്. ലോക സമുദ്രദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 8. ജൂൺ 8 ലോക സമുദ്രദിനമായിട്ട് ആചരിക്കുന്നത്. 2025 പ്രമേയം വണ്ടർ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻ അസ് എന്നാണ്. അടുത്തതും പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ധനുഷ്കോടിയിലാണ്. രാമനാഥപുരം ജില്ലയിലെ ധനുഷ്കോടിയിലാണ് ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ധനുഷ്കോടിയിലാണ്. ഇത് രാമനാഥപുരം ജില്ലയിലാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക. അടുത്തത് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അതിൻ്റെ പ്രമേയം പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദർ ഇസ് മോർ ടു ഡു, ലെറ്റ് സ്പീഡ് അപ്പ് എഫേർട്ട്. 2025 ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം പ്രോഗ്രസ് ഈസ് ക്ലിയർ ബട്ട് ദർ ഇസ് മോർ ടു ഡു, ലെറ്റ് സ്പീഡ് അപ്പ് എഫേർട്ട്സ് എന്നാണ്. അടുത്തതൊരു ബുക്കാണ്. അന്തകവള്ളികൾ എന്ന പുസ്തകം രചിച്ചത് സേതു. അന്തകവള്ളികൾ എന്ന പുസ്തകം രചിച്ചത് സേതു. നെക്സ്റ്റ്, വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് മെഡ്വാച്ച്. വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് മെഡ്വാച്ച്. അടുത്തത്, രാജ്യത്താദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. രാജ്യത്താദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സ്റ്റേറ്റ് കേരളമാണ്. നെക്സ്റ്റ്, 2025 വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വീരേന്ദർ കൻവാർ ആണ്. 2025 വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വീരേന്ദർ കൻവാർ. നെക്സ്റ്റ്, ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ. ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ. 2025 ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയിനം തവളയാണ് അമലോപ്സ് ഷില്ലോങ്. 2025 ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയിനം തവളയാണ് അമലോപ്സ്. അടുത്തത്, കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം 600.15 കിലോമീറ്ററാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം 600.15 കിലോമീറ്ററാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബോർഡർ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സർവേ നടത്തിയത്. ഇതിൽ ചെറിയ ദ്വീപുകളുടെയും തുരുത്തുകളുടെയും തീരപ്രദേശം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം വർദ്ധിച്ചത്. അടുത്തത്, 2025 UNFPA അതായത് യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യയാണ്. 2025 UNFPA പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യയാണ്. ഈ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയുടെ ജനസംഖ്യ 146 കോടിയാണെന്നാണ്. നമുക്കറിയാം 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 121 കോടിയായിരുന്നു. ഇപ്പോഴത് 146 കോടിയായിരിക്കുകയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. 141 കോടിയാണ് ചൈനയുടെ ജനസംഖ്യ.
ഇനിയത്തെ സെൻസസ് 2026-27 നടക്കുമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. അടുത്തത് 2024 ഇന്ത്യയിലെ ദരിദ്ര നിരക്ക് 4.6%. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 2024 ഇന്ത്യയിലെ ദരിദ്ര നിരക്ക് 4.6%. ഇത് SBIയുടെ റിപ്പോർട്ടാണ്. ഇനി വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഇന്ത്യയുടെ ദരിദ്ര നിരക്ക് 5.3%. വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഇന്ത്യയുടെ ദരിദ്ര നിരക്ക് 5.3%. ഇപ്പോൾ 2024 4.6% ആയിരിക്കുകയാണ് SBIയുടെ റിപ്പോർട്ട് പ്രകാരം. അപ്പോൾ 2023 നിന്ന് 2024 വരുമ്പോൾ ഇന്ത്യയുടെ ദരിദ്ര നിരക്ക് കുറയുന്നതായിട്ട് കാണാം. നെക്സ്റ്റ്, തീപിടിച്ച വാൻഹായ് കപ്പലിനെ പുറംകടലിലേക്ക് വലിച്ചു നീക്കുന്ന കോസ്റ്റ് ഗാർഡ് കപ്പലാണ് സമുദ്രപ്രഹരി. തീപിടിച്ച വാൻഹായ് കപ്പലിനെ പുറംകടലിലേക്ക് വലിച്ചു നീക്കുന്ന കോസ്റ്റ് ഗാർഡ് കപ്പലാണ് സമുദ്രപ്രഹരി. അടുത്തത് 2025 നടക്കുന്ന മൂന്നാമത്തെ UN ഓഷ്യൻ കോൺഫറൻസിൻ്റെ വേദി ഫ്രാൻസിലാണ്. 2025 നടക്കുന്ന മൂന്നാമത്തെ UN ഓഷ്യൻ കോൺഫറൻസിൻ്റെ വേദി ഫ്രാൻസാണ്. അടുത്തത്, ഇന്ത്യയുടെ ആദ്യ തിങ്കിങ് ഡാറ്റ കമ്പ്യൂട്ട് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ടേക്ക് മീ ടു സ്പേസ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പാണ്. ഇതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഇന്ത്യയുടെ ആദ്യ തിങ്കിങ് ഡാറ്റ കമ്പ്യൂട്ട് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ടേക്ക് മീ ടു സ്പേസ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പാണ്. ഇതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഇനി നമുക്കിതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്യാം. ആദ്യത്തേത്, BR അംബേദ്കർ കേരളം സന്ദർശിച്ചതിൻ്റെ 75ാമത് വാർഷികം ആചരിച്ചത് 2025 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2025 ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീപിടുത്തം ഉണ്ടായ ചരക്ക് കപ്പൽ MV വാൻഹായ് 503. 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ധനുഷ്കോടി. 2025 ലോക സമുദ്രദിന പ്രമേയം വണ്ടർ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻ അസ്. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. അന്തകവള്ളികൾ എന്ന പുസ്തകം രചിച്ചത് സേതു. വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മെഡ്വാച്ച്. രാജ്യത്ത് ആദ്യമായി സ്കൂളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സ്റ്റേറ്റ് കേരളം. 2025 വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വീരേന്ദർ കൻവാർ. ചരിത്ര രേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ. 2025 ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തവള അമലോപ്സ് ഷില്ലോങ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽത്തീര ദൈർഘ്യം 600.15 കിലോമീറ്റർ. 2025 UNFPA പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഇന്ത്യ. 2024 ഇന്ത്യയിലെ ദരിദ്ര നിരക്ക് 4.6%. തീപിടിച്ച വാൻഹായ് കപ്പലിനെ പുറംകടലിലേക്ക് വലിച്ചു നീക്കുന്ന കോസ്റ്റ് ഗാർഡ് കപ്പലാണ് സമുദ്രപ്രഹരി. 2025 നടക്കുന്ന മൂന്നാമത്തെ UN ഓഷ്യൻ കോൺഫറൻസിൻ്റെ വേദി ഫ്രാൻസ്. ഇന്ത്യയുടെ ആദ്യത്തെ തിങ്കിങ് ഡാറ്റ കമ്പ്യൂട്ട് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ടേക്ക് മീ ടു സ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്